കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കും. സമയം ഇപ്പോൾ 2:15. നമ്മളിപ്പോൾ തുടങ്ങിയാലാണ് നമ്മുടെ കുഴിമന്തി സെറ്റ് ആവുള്ളൂ. ആദ്യം തന്നെ നമുക്ക് കനൽ കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുഴിയിലാണ് കുഴിമന്തി ഉണ്ടാക്കണേ. ഒരു 8 വിറകാണ് ഞാൻ എടുത്തുക്കുന്നത്. ഒരു 15 കിലോ ചിക്കന് വേണ്ടിയിട്ട്. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് പുളിവിറകാണ്. നമുക്കിതിലിങ്ങനെ ഒരു കൂട്ടായിട്ട് ഇട്ടാലാണ് ഒരു 2-2.5 മണിക്കൂർ പിടിക്കും ഇതൊന്ന് കത്തി കനലായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി അതിലേക്ക് ഇടുക. ഇത് നേരെ കത്തൊന്നുമില്ല, വേറെ വിറക് വെച്ചിട്ട് അല്ലെങ്കിൽ ചിരട്ടയോ ഡീസലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് തീയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് അടുത്തായിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 1/100 ഓൾ ചിക്കനാണ്. ഇത് വരുന്നത് വിത്ത് സ്കിന്നാണ് വരുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ചിറക് ആദ്യം കട്ട് ചെയ്ത് വേണം. പിന്നെ അടുത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കഴുത്താണ്. കഴുത്ത് നമുക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തും പോരും. കഴുത്ത് പോകുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമല്ലേ ഇതിൻ്റെ പുറം ഭാഗം വരുന്നത്, ഈ പുറം ഭാഗത്ത് പൊടിച്ചൊരു കഷ്ണം ഉണ്ടാവും, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ കത്തി കയറ്റിയിട്ടുണ്ടെങ്കിൽ വന്ന് ഇവിടെ നിന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴി കട്ടായി കിട്ടും. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ള കോഴിയാണ്. നമുക്ക് ഞാൻ അടുത്ത് ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാല പറ്റുമ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ തൈസമ്മയും അതേപോലെ തന്നെ ഈ ബ്രസ്റ്റിമയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മസാല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ ഈക്വലായിട്ട് കുക്കാവുകയും ചെയ്യും. ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. കോഴിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റാവും. ഇത് ഇവിടെ ഈ മസിലിൻ്റെ അവിടെ ഒരു വട്ടം നേരെ ഇങ്ങനെ നമ്മൾ ഈ കുഴിമന്തിയിൽ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഈ മാക്സിമം ചെറിയ കോഴി എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ ഈ കോഴിക്ക് അധികം മസാല ചേർക്കണില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മൂത്ത കോഴിയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചെറിയ കോഴിയാണെങ്കിൽ പെട്ടെന്ന് വേവും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടെൻഡർനെസ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. സുഗുണയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 900 ഗ്രാം അല്ലെങ്കിൽ 1 കിലോൻ്റെ ഒക്കെ 100, 900 അങ്ങനത്തെ കോഴി കിട്ടും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചിക്കനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല വെക്കാം. നമുക്കിതിനടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ് എടുക്കുക. ഒരു 10 ചിക്കനല്ലേ നമ്മൾ എടുക്കണം. അപ്പോൾ ഒരു കൈ ഉപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ മന്തിയുടെ കളറ് വരുന്നത് നമ്മൾ സാധാരണ കളറ് ചേർക്കുക. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഓറഞ്ച് റെഡ് കളറാണ്. ഓറഞ്ച് റെഡ് കളറ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വരുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ആഡ് ചെയ്യാം. എടുക്കുന്നത് ഒരളവിലാണ്. അപ്പോൾ ഈ കുറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വെള്ളം എടുക്കുക. ഇതിപ്പോൾ 5 കിലോ അരിയാണ് ഒരു കുറ്റി നിറയെ. ഇന്ത്യൻ ഗേറ്റിൻ്റെ ഗോൾഡൻ സെല്ല എന്ന് പറഞ്ഞ റൈസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ റൈസ് ഒരു 3-4 വട്ടം കഴുകണം. അതേപോലെ തന്നെ 1 മണിക്കൂറിന് മേലെ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. എത്ര നേരം സോക്ക് ചെയ്യാൻ വെക്കണോ അത്രയും ബെറ്ററാണ്. ഇതിപ്പോൾ വരുന്നത് 1.25 കുറ്റി അരി നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുക. നമ്മൾ ആദ്യം 1 മണിക്കൂറിന് മേലെ നമ്മൾ റൈസ് സോക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ മതി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് നന്നായിട്ട് ഒന്ന് ഇളക്കിയിടുക. ഇതിങ്ങനെ 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കും. 1 മണിക്കൂറിന് മേലെ അതിനുള്ളിൽ നമ്മുടെ കനലും കാര്യങ്ങളൊക്കെ റെഡിയാവും. ചിക്കൻ ആ സമയത്ത് മാരിനേറ്റ് ആയിക്കോളും. ചിക്കൻ നമ്മൾ തലേ ദിവസം ചെയ്യുകയാണെങ്കിലും ബെറ്ററാണ്. അപ്പോൾ നമ്മൾ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചു. നമ്മൾ ഈ സമയത്തൊന്ന് കനലൊന്ന് നോക്കുക. കനൽ എന്താ അവസ്ഥ നോക്കണം. ഓൾമോസ്റ്റ് വിറകൊക്കെ കത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കത്തി പിടിക്കാനുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ
ഈ വിറകും കാര്യങ്ങളൊന്ന് കത്തി സെറ്റ് ആയിക്കോളും ചെയ്യും. അപ്പോൾ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒണിയൻ എടുക്കണം, ക്യാപ്സിക്കം എടുക്കണം, അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി എടുക്കണം. നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് ക്യാരറ്റ് ഇടാറുണ്ട്. ഞാൻ ക്യാരറ്റ് ഇടുന്നില്ല. പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് അല്ലെങ്കിൽ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്താലും മതി. ക്യാപ്സിക്കം നമുക്കൊരു ക്യൂബായിട്ട് കട്ട് ചെയ്താൽ മതി. അത് അതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഈ സീഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ചെറിയ ക്യൂബ് നമ്മൾ 3-4 തക്കാളി വേണ്ടി വരും. അതും ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്താൽ മതി. കുഴിമന്തിക്ക് മസാലയൊക്കെ ആയിട്ട് കറുവാപ്പട്ട വേണം. കറുവാപ്പട്ട ഒന്ന് പൊട്ടിച്ചിടാട്ടെ, എത്ര വലുതാക്കിയിടണ്ട, പൊട്ടില്ല. പിന്നെ നമുക്കൊരു 15 to 20 ഏലക്കായ വേണം. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റാർ അനീസ് ആണ്. ഇതും ഒരു പിടി, കറുവപ്പട്ടയുടെ അത്ര തന്നെ. പിന്നെ നമുക്ക് കുരുമുളകാണ് വേണ്ടത്, കുരുമുളക് ഒരു പിടി. പിന്നെ കുഴിമന്തിക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഡ്രൈ ലെമൺ ആണ്. ഡ്രൈ ലെമൺ ഞാനൊരു 5 to 6 പീസ് അതിലേക്ക് ഇടുന്നത്. ഇതേപോലെ 5 പീസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയാണ്, മല്ലി ഒരു പിടി. കുഴിമന്തിയിൽ നമ്മൾ റൈസ് വെക്കുന്ന സമയത്ത് കുഴിയിൽ വിറകുണ്ടാകാൻ പാടില്ല, ഫുൾ കനലാവണം. വിറകുണ്ടായ കരിയും. ഞാൻ അതിലേക്ക് 6 കിലോ റൈസിന് ഒരു 1/2 പാക്കറ്റ് ഓയിൽ ഒഴിക്കണം. ഓൾ ഗരം മസാലാസ് തട്ടാം. ഓൾ ഗരം മസാല ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും പച്ചമുളകും ആദ്യം തട്ടുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് കോട്ടേക്ക്. നമുക്ക് സവോള ഗോൾഡൻ കളർ ആവുന്ന ഒരു സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കും ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിന് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, റൈസിന് കുറച്ചും കൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു കുറ്റിക്ക് 1 കുറ്റി വെള്ളമാണ്. നമ്മൾ ഈ കുഴിമന്തി, ഫ്രൈഡ് റൈസ്, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് മെയിൻ ഘടകമാണ്. അപ്പോൾ ഉപ്പ് ഇടുന്ന സമയത്ത് കടൽ വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അളവാണ് നമ്മൾ നോക്കുക. കടൽവെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ഉപ്പുണ്ടാവും, ആ ഉപ്പിൻ്റെ ടേസ്റ്റ് വരണം. ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് റൈസ് കഴുകാൻ പോകും. വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് റൈസ് ഇടാറായിട്ടുണ്ട്. നമ്മൾ ഇതുണ്ടാക്കുന്നതിടയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മുടെ ഈ സാധനം ഉണ്ട്, ഗ്യാസിൽ തന്നെ പൈപ്പ്, ഇത് ചൂടോട് കൂടിയിട്ട് ഈ സാധനം ഇവിടെ കരിഞ്ഞു. എന്താ പറയുക, തീയൊക്കെ പൊട്ടിക്ക് പോയി. ക്യാമറമാൻ കണ്ണം വഴി ഓടി. എന്നിട്ട് പുതിയ പൈപ്പ് വാങ്ങിച്ച് ഇപ്പോൾ സെറ്റ് ചെയ്ത് വീണ്ടും റൈസ് കയറ്റിയേക്കാണ്. ചെറിയൊരു പേടിക്കാതെ സംഭവം. കുഴപ്പമില്ല, റൈസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകണം. നമ്മളിത് ഏകദേശം ഈ റൈസ് ആയിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടേക്ക് വരിക, നേരെ എൻ്റെ ഉള്ളിലേക്ക് ഇറക്കാം. നമ്മളിതിന് ചുറ്റും ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് മൈദ കൊണ്ട് ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് ആയിട്ട് കിട്ടണം. ഇതിനുള്ളിൽ വിറക് തീരെ ഉണ്ടാവാൻ പാടില്ല, ഫുൾ എയർ ടൈറ്റ് ആവണം. എന്നാലാണിത് സ്മോക്കി ആവാണ്ട് നമുക്കിതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ.
2 മണിക്കൂറാണ് നമ്മൾ ഇതേപോലെ അടച്ച് വെക്കേണ്ടത്. 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ടുണ്ടെങ്കിൽ ചിക്കനായിട്ടുണ്ടാവും, റൈസായിട്ടുണ്ടാവും. നമ്മൾ സംഭവം ഒരു 7 മണിക്ക് ദമ്മ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇടയ്ക്ക് മറ്റേ ഗ്യാസ് പണിയാവുന്ന കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി, കുറച്ച് 1 മണിക്കൂർ ലേറ്റായി. 6 മണിക്ക് ദമ്മ് വെക്കാൻ പറ്റിയത്, ഇത് അടയ്ക്കാൻ പറ്റിയത്. ഇപ്പോൾ 8 മണിയായ സമയം ഓപ്പൺ ചെയ്യാണ്. സെറ്റാണ് കാര്യങ്ങൾ. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. ചിക്കൻ നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ്റെ കളറാണ് നമുക്ക് മന്തിയിലേക്ക് കളർ വരിക. ചിക്കനിൽ ഡ്രോപ്പ് ചെയ്യണ ജ്യൂസിൽ വരുന്ന കളറാണ് മന്തിയിലേക്ക് കളർ വരിക. നമുക്കിത് ഇളക്കി നോക്കാത്. റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മളിത് ഒരു 50 to 60 ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. ഒരു ആശ്രമത്തിലേക്കാണ്. അവിടെ കൂടുതലും വയസ്സായ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ചിക്കൻ കുറച്ച് കുറവാക്കിയെടുത്തത്. കാരണം അവർ ഓവറായിട്ട് ചിക്കൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് റൈസ് എടുക്കുക. റൈസ് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി വെക്കുക. കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുകയാണെങ്കിൽ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും. ചിക്കൻ കുക്കാണ്. റൈസും കുക്കാണ്. അടിപൊളി.